What's up, Chelsea fans, football fans? Welcome back to Chelsea Karan channel, Chelsea Karan Reviews Empuran. Now, സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, എന്തിനാണ് വെച്ചാൽ എംപുരാനൊക്കെ റിവ്യൂ ചെയ്യണമെന്നുള്ളത്. അതല്ല, റിവ്യൂ ചെയ്യണമെന്നൊന്നും വിചാരിച്ചൊന്നുമല്ല. പക്ഷേ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റ് എനിക്ക് പറഞ്ഞ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ ഇൻസിഡന്റ് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മളെ സിനിമയുടെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എംപുരാൻ നല്ലൊരു കണ്ടു. ഇന്നലെ ഇവിടെ പോയി കണ്ടു. അപ്പൊ ഞാനിപ്പോ ബേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കൊവൻട്രിയിലാണ്, UK-ല്. അപ്പൊ ഞാനിവിടെ ഇന്നലെ ഇവിടെ ഒഡിയോൺ എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ ഞാനും വൈഫും കൂടെ പോയി കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ ഒരു 6:30 ഷോനാണ് പോയത്. അപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ഈസ്റ്റേൺ ആളായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് സിനിമയുടെ മൊത്തത്തിലുള്ള റിസപ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറയാം, അത് എക്സാജറേറ്റ് ചെയ്തൊന്നും പറയുന്നല്ല. അതായത് പുള്ളിക്കാരൻ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. പുള്ളിക്കാരൻ ചെയ്യേണ്ട കാര്യവുമില്ല. ഒരു സാധാരണ അവിടുത്തെ ഒരു തൊഴിലാളിയാണ്. വെറുതെ പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ പറയാണ്, മിക്ക സിനിമകളുടെ ഷോസ് 1-2 ഷോസ് ആയിട്ട് കുറച്ചു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപുരാന്റെ ടിക്കറ്റിന്റെ ഡിമാൻഡിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സിനിമകളുടെ ഷോസ് കുറച്ചു എന്നാണ് പറയണത്. അതിൽ കൂട്ടത്തിലുള്ളത് നമ്മുടെ ഈ സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഹോളിവുഡ്. അപ്പൊ ഹോളിവുഡ് സിനിമാസ് പോലും മാറ്റി നിർത്തി എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇത് കൊടുത്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഇന്നലെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് തേഴ്സ്ഡേ അവിടെ എൻറ്റയർ ഫ്ലോർ കാണാൻ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് ഇങ്ങനെ വേണം തിരക്കായി കഴിഞ്ഞാൽ, കാരണം ദിസ് ഈസ് ഗുഡ് ഫോർ തിയേറ്റർ ബിസിനസ്. അപ്പൊ ഇത് പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സന്തോഷം, ചെറിയൊരു അഹങ്കാരമൊക്കെ തോന്നി മനസ്സിൽ. വേറെ ഒന്നുമല്ല, കാരണം ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി പൊതുവെ നമ്മൾ ഒരു ഇട്ടാവട്ടത്തെ സ്ഥലത്ത് മാത്രം ഓടി നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വന്നിട്ട് പല സ്ഥലങ്ങളിലും പല ഷോസും മാറ്റി നമ്മുടെ സിനിമ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ മൊത്തത്തിൽ പറയുകയും ചെയ്തു, അതായത് ഡിമാൻഡ് ഇപ്പോൾ നല്ലോണം ഉണ്ട്. പ്രത്യേകിച്ച് ബോളിവുഡ് മൂവീസിനും ഈ പറയുന്ന പോലെ നോൺ ഹോളിവുഡ് മൂവീസിനും നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് വെരി വെരി ഗുഡ്, വെരി എൻകറേജിങ് സൈൻസ് ആണ് എന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാം, അടിപൊളി, ഹാപ്പിയായി. അത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് കാര്യങ്ങൾ പറയണം. അപ്പൊ ഇന്നത്തെ റിവ്യൂ 2 ഘട്ടത്തിലാണ്. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങൾ പോയി കാണണം, ലൈക്ക് വൈ ഷുഡ് യു ഗോ. എൻ്റെ ഒരു അഭിപ്രായം, ഗോ ആൻഡ് വാച്ച് എംപുരാൻ. റിവ്യൂസ് എന്തും ആയിക്കോട്ടെ. ആൻഡ് 2, സിനിമയെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളാണ്. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് വൈ. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അതിന്റെ ആ ഒരു കാശ് ചെലവഴിച്ചതിന്റെ ആ ഒരു ഗ്ലോബൽ സ്കെയിൽ ചെലവഴിച്ചതിന്റെ നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. അതും നമ്മുടെ മലയാളം സിനിമ പോലൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയ്ക്ക് സ്കെയിലിൽ ചിന്തിച്ച് അതുപോലെ ഷൂട്ട് ചെയ്ത ഒരു മൂവി സത്യം പറഞ്ഞാൽ കാണാൻ അത് കാണാൻ പറ്റും. അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വേറെ മൂവീസ് ഉണ്ട് കേട്ടോ. ഈവൻ ബോളിവുഡ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു മലയാളം സിനിമ അതങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മലയാളി എന്ന രീതിയിൽ നമുക്കൊരു കടമ വരുന്നത് അത് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് പോയി തിയേറ്ററിൽ പോയി കാണുക. ബിക്കോസ് ദിസ് ഇസ് മാസീവ്, ഒരു അടിപൊളി ഹൈപ്പ് ഉണ്ടാക്കി വെച്ച് തന്ന ഒരു സിനിമയില്ല. അപ്പൊ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ലാലേട്ടൻ അല്ലെങ്കിൽ ലാലേട്ടന്റെ ക്ലോസപ്പ് സീൻസ് ഒക്കെ ഉണ്ട്, ചില മൊമെന്റുകളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസ്. അതായത് ആ ക്യാമറ വെച്ചിട്ട് അങ്ങോട്ട് മുഖം അങ്ങോട്ട് മാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നും. അടിപൊളി. അതിനകത്ത് അത് രസമാണ്. പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസും ഓവറോൾ അപ്രോച്ചും മൂവിയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല രസമാണ്. നല്ല സ്റ്റൈലിസ്റ്റിക് ആയിട്ടുണ്ട് സിനിമകൾ. സിനിമാറ്റോഗ്രാഫി തീർച്ചയായിട്ടും അപ്രിഷിയേറ്റ് ചെയ്യണം. ആർട്ടിന്റെ ഭാഗം അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ മലയാളം സിനിമ നമ്മളൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ മൊത്തത്തിൽ സിനിമകളുടെ ഒരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അങ്ങനെ മോശം ഒരുപാട് പറയാനില്ല. ചില ഏരിയാസ് ഓഫ് ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ വിമർശനങ്ങൾക്ക് വരാം. പക്ഷെ എന്നാലും വാച്ചബിൾ ആണ്. അല്ലാണ്ട് നമ്മൾ സാധാരണ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബോറടിച്ച് ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. നമ്മളെ അവിടെ സീറ്റിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള കോണ്ടന്റും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് അതിനകത്ത്. അപ്പൊ നമുക്കിരിക്കാം, കണ്ടിരിക്കാം സംഭവം. കുറച്ച് ചിലപ്പോൾ ബോറൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലാണ്ട് നമുക്ക് സാധാരണ ചില സിനിമകളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കാണണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി വരുന്നതിന്റെ ഒരു സിറ്റുവേഷൻ അല്ല, കണ്ടിരിക്കാനുള്ളതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം ചെലവഴിക്കുന്നതിൽ ഒട്ടും മോശമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയണത്, ഗോ ആൻഡ് വാച്ച് ദ മൂവി.
പക്ഷെ വിമർശനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം നമ്മൾ വിമർശിച്ചേ പറ്റുള്ളൂ. ഒരു സിനിമയാണ്, ഗ്ലോബൽ സ്കെയിലിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന്റെ വിമർശനങ്ങൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ആദ്യത്തെ വിമർശനം എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് റോൾസ്. അതായത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സിനിമ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന 2 ലൊക്കേഷൻസ് ഉണ്ട്. ഒന്ന് ആ ട്രെയിൻ ലൊക്കേഷൻ, പിന്നെ മറ്റേ ആ കമ്പ്യൂട്ടറിന്റെ ആ റൂഫ് ടോപ്പിൽ നിന്നുള്ള ഒരു സീൻ. എന്തുകൊണ്ട് ലൊക്കേഷൻ? ലൊക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. കാരണം ആ ലൊക്കേഷനിലാണ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിൽ കിലുക്കം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് പറയുമ്പോൾ തന്നെ ഏതാണ് ലൊക്കേഷൻ? ഊട്ടി. ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കാരണം ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് ആ ഒരു സിനിമയായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും ആ ലൊക്കേഷൻ എന്തെങ്കിലും പ്രാധാന്യം വേണം. എനിക്ക് തോന്നുന്നു എമ്പുരാനിൽ പറ്റിയൊരു ചെറിയ അബദ്ധം, ചില ലൊക്കേഷനുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അല്ലെങ്കിൽ അത് ആ ലൊക്കേഷനിലായിരുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കത് വലിയ ഇമ്പാക്ട് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ലണ്ടൻ അവര് ആ ഒരു മെട്രോ ഒരു ലൈൻ ബ്ലോക്ക് ചെയ്തിട്ടു. അപ്പൊ നമ്മൾ ആ ബ്ലോക്ക് ചെയ്തിട്ടു അവിടെ വല്ല ആക്ഷൻ സീക്വൻസ് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ അത് ബ്ലോക്ക് ചെയ്തിട്ടതിൽ കാര്യമായിട്ട് അതിൽ സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത് വേറെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ ആയാലും നമുക്ക് അതിനകത്ത് ഇമ്പാക്ട് തോന്നാൻ പറ്റില്ല. സോ ദർസ് സംതിങ് സിഗ്നിഫിക്കന്റ് ഞാൻ പറഞ്ഞത് ആ ലൊക്കേഷൻ ചൂസ് ചെയ്തതിൽ. അത് ഏത് ലൊക്കേഷനിൽ മാറ്റിയാലും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ നമ്മളൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പാക്ട് വേണം. അതേപോലെ തന്നെ ഇമ്പാക്ട് ആണ് നമുക്ക് ആക്ടേഴ്സ് വേണ്ടത്. ഇപ്പൊ നമ്മൾ ഫോറിൻ ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. ആ ഫോറിൻ ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവർ വന്നതും അവരെ പെർഫോമൻസിന് ഇമ്പാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള റോളുകളൊന്നും അവർക്കില്ല. അത് വേറെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാലും അവരതൊരു ഭംഗി പോലെ ചെയ്യും. അപ്പോൾ നമ്മളൊരു ആക്ടറിനെ കൊണ്ടുവരുമ്പോൾ ആക്ടറിനെ ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് ഡെപ്ത് വേണം, ആ ക്യാരക്ടർ ഡെപ്ത് വേണം. അത് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഈ ഫോറിൻ ആക്ടേഴ്സിനെ മാറ്റി നമ്മൾ വേറെ ഏതൊരു ആക്ടേഴ്സിനെ വെച്ചാൽ പോലും തന്നെ അതിൽ ആ ക്യാരക്ടറിൽ വലിയ മാറ്റമൊന്നും വരുമൊന്നുമില്ല. അപ്പൊ നമ്മൾ ചില ആക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ മാറ്റുമ്പോൾ അതൊരു പ്രശ്നമായി പോകും. പക്ഷെ നമുക്ക് ഈ ഒരു ആക്ടേഴ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ ആക്ടേഴ്സിന് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇമ്പാക്ട് തോന്നില്ല. ഒരു സ്ക്രീനിൽ കാണുമ്പോൾ യെസ് എന്ന് പറയുന്നതല്ലാണ്ട് ദർ ഇസ് നോ ഇമ്പാക്ട് ഓഫ് ദോസ് റോൾസ് സ്പെസിഫിക്കലി. അത് വേറെ ആരെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയലോഗ്. പ്രത്യേകിച്ച് എനിക്ക് ഇതിന് ലാലേട്ടന്റെ ഡയലോഗുകൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ പള്ളിയിലച്ചൻ പോയിട്ട് മറ്റേ ബൈബിൾ പുസ്തകം വായിക്കുന്ന പോലെ കുറെ ഡയലോഗുകളാണ്. അതേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു, ലൂക്ക് മറ്റേ ചാപ്റ്റർ 1 ഇതാണ് ഡയലോഗുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഡയലോഗുകൾ മാത്രമാണ് ലാൽ സാറിന് അല്ലെങ്കിൽ ലാലേട്ടന് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം. ഭയങ്കര സിമ്പിൾ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഡയലോഗുകൾ എല്ലാം നമുക്ക് 1 2 3 4 അല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ഒത്തുവരുന്ന ഒരു ഡയലോഗോ ഒരു നാച്ചുറൽ റിയാക്ഷൻ പോലെയൊന്നും അല്ല. ഒരു സിറ്റുവേഷൻ വരുന്നു, ഒരു ബൈബിളിൽ കൊണ്ട് ഒരു വാക്യാനം എഴുതി വെച്ചിരിക്കുന്നു, ഇത് വായിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച് ഡയലോഗുകളോ അല്ലെങ്കിൽ കുറെ നമുക്ക് രസിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗുകളോ കാര്യമായിട്ടൊന്നും ഇല്ല അതിനകത്ത്. അദ്ദേഹം മാക്സിമം അതിനകത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു വിമർശനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥയാണ്. ഐ മീൻ കഥ എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. പല കഥകളും പല കാര്യങ്ങളും പലതും നടക്കുന്നുണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ പലതും ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവിടെ ഇവിടെ നടക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് സ്റ്റോറി ഫോമാറ്റോ ഇല്ല. ഇത് മറ്റേ രാംദാസിനെ കുറിച്ചിട്ടുള്ള PKR അതിനെ കുറിച്ചിട്ടുള്ള സിനിമയാണോ, പ്രിയദർശിനെ കുറിച്ചിട്ടുള്ള സിനിമയാണോ, അതോ ജിതിൻ രാംദാസിനെ കുറിച്ചിട്ടുള്ളതാണോ, അതോ സ്റ്റീഫൻ നെടുമ്പുള്ളിനെ കുറിച്ചിട്ടുള്ളതാണോ, അതോ സയ്യിദ് മസൂദിനെ കുറിച്ചിട്ടുള്ളതാണോ, ആരെ കുറിച്ചിട്ട് എന്താണ് സിനിമ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഒരു സിനിമയ്ക്ക് ഒരു ഫ്ലോ ഇല്ല. അപ്പൊ നമുക്കൊരു ഫോക്കസ് പോയിന്റ് ഇല്ല. ആ ഫോക്കസ് പോയിന്റ് കാണാനില്ലാത്തപ്പോൾ നമ്മൾ കാണാൻ ആലോചിക്കും ഇപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് കഥ, ആരാണ് വില്ലൻ. ഒരു വില്ലനുണ്ട്, പക്ഷെ ആ വില്ലനും സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് എന്താണ്, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷിയും തമ്മിൽ എന്താണ് ബന്ധം? അവര് തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ആരാണ്, കഥ എന്തിനെ കുറിച്ചിട്ടാണ്, ആരാണ്? അപ്പൊ ലൂസിഫറിന് ഇവിടെ സ്ഥാനം എന്തുണ്ട്, അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനം എന്തുണ്ട്? സോ ദാറ്റ്സ് എ ലോട്ട് ഓഫ് കൺഫ്യൂസിങ്. അല്ലെങ്കിൽ അതൊരു സ്ക്രിപ്റ്റിന്റെ പോരായ്മ തീർച്ചയായിട്ടും ഞാൻ കാണുകയാണ്. അന്നില്ലെങ്കിൽ ആ സ്റ്റോറി കംപ്ലീറ്റ്ലി പറയുന്ന പോലെ ജിതിൻ രാംദാസ് പ്രിയദർശിനി പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ചിട്ട് പറയുകയും ഇതിനെ ചുറ്റിപ്പറ്റി വേണമെങ്കിൽ പാരലലി ഖുറേഷി എബ്രാഹിമിന്റെ ഒരു സ്റ്റോറി പറയുകയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് അവിടെ എന്തോ നടക്കുന്നു, ഇവിടെ എന്തോ നടക്കുന്നു. ഇതിപ്പോ കേരള പൊളിറ്റിക്സ് നടക്കുന്നു, അപ്പത്തെ അമേരിക്ക പൊളിറ്റിക്സ് നടക്കുന്നു. രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ എവിടേക്കോ കൂട്ടിച്ചേർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത് കഥയുടെ കാര്യം പറയുമ്പോഴത്തേക്കും. പിന്നെ ചില ആക്ടേഴ്സിന് സത്യം പറഞ്ഞാൽ അത്യാവശ്യം റോളുകളൊന്നുമില്ല. ഇപ്പൊ മഞ്ജു വാര്യർ കാണാൻ നല്ല രസമുണ്ടെന്നുണ്ടെങ്കിലും പുള്ളിക്കാരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര റോബോട്ടിക് ആയി. അതായത് ഇങ്ങനെ നിന്നിട്ട്
ചുണ്ട് മാത്രം ഇങ്ങനെ അനങ്ങാം, പിന്നെ കണ്ണിൽ ഇങ്ങനെ എക്സ്പ്രഷൻ. ഈ ഭാഗത്തൊന്നും എക്സ്പ്രഷൻ ഇല്ല, ഇവിടെ ഒന്നും എക്സ്പ്രഷൻ ഇല്ല. കണ്ണുകൾ മാത്രം. അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി എന്തോ മറ്റേ റോബോട്ട് വെച്ചിരിക്കുന്ന പോലെ, അനങ്ങാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കര ഒരു മോണോ സ്റ്റൈലിക്. മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച സിനിമകളൊക്കെ വെച്ച് എക്സ്പ്രഷൻ ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇതൊന്നും ഒന്നുമല്ല, നത്തിങ്. ഷീസ് നോട്ട് ഗിവൺ എന്താ പറയണേ 5% അല്ലെങ്കിൽ 1% ഓഫ് കേപ്പബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ആ റോളിലും അത്രയും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അത്യാവശ്യം ചെറിയ ചെറിയ സ്ക്രീൻ ടൈം കിട്ടിയിട്ടുണ്ട്. ഇതിൽ കിട്ടിയ സ്ക്രീൻ ടൈം കുറച്ച് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ടൊവിനോ ആയിട്ട് എനിക്ക് തോന്നി. വളരെ നല്ലോണം പുള്ളിക്കാരന് കിട്ടിയ അവസരങ്ങൾ പുള്ളിക്കാരൻ അത് മുതലാക്കി ചെയ്ത പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ സാനിയ അയ്യപ്പൻ 5 സെക്കൻഡ് ഉണ്ട് മൊത്തം സിനിമ. 3 മണിക്കൂർ സിനിമയിൽ 5 സെക്കൻഡാണ് പുള്ളിക്കാരിക്കുള്ള റോള്. ഏറ്റവും കൂടുതൽ റോള് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് പോസ്റ്ററിലിരിക്കുന്ന PKR രാംദാസ് ആണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ആ പോസ്റ്ററിൽ ഇരിക്കുന്നില്ല, പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ റോളുള്ളത്. അപ്പൊ അത് കുറെ കൂടെ ഇപ്പൊ നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിനെ കുറിച്ചിട്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഖുറേഷി അബ്രാമിനെ കുറിച്ചിട്ടായിരുന്നെങ്കിൽ ഖുറേഷി അബ്രാമിനെ കുറിച്ച് കുറെ നമുക്ക് കാണിക്കാമായിരുന്നു. അത് കാണിച്ചില്ല എന്നുള്ളത് എനിക്ക് തോന്നി, വിമർശനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഫൈനലി എനിക്ക് തോന്നുന്നു ടൂ മെനി സ്ലോ മോഷൻസ് ആൻഡ് ടൂ മെനി എൻട്രീസ് ഫോർ ലാലേട്ടൻ. അതായത് ലാലേട്ടൻ ഒരു 5-6 എൻട്രി സീനാണ്. ഒരു എൻട്രി സീൻ കഴിഞ്ഞു, അടുത്ത എൻട്രി സീൻ കഴിഞ്ഞു, അതിന്റെ അടുത്ത എൻട്രി സീൻ കഴിഞ്ഞു, അതിന്റെ അടുത്ത എൻട്രി സീൻ കഴിഞ്ഞു. എൻട്രി സീനോ എൻട്രി സീനോ, സ്ലോ മോഷൻ. ഈ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഞാൻ 3 മണിക്കൂർ ഷൂട്ട് ചെയ്തു, 3 മണിക്കൂർ തന്നെ ഞാൻ കോണ്ടന്റ് അവസാനം ഫൈനലിൽ എടുത്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറിൽ എത്ര മിനിറ്റ് ആയിരുന്നു സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ്. കാരണം സ്ലോ മോഷൻ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സ്ലോ മോഷൻ ചില സ്ഥലത്തൊന്നും സ്ലോ മോഷന്റെ ആവശ്യമില്ല, എന്നാലും ഒരു സ്ലോ മോഷൻ. അപ്പോൾ അത് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനാണ്. പക്ഷെ നമ്മളത് ഓവർക്കില്ലായിപ്പോയി, അത് കുറച്ചും കൂടെ കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാണ് എനിക്ക് എൻ്റെ ഉള്ളൊരു വിമർശനം. ഇതൊരു ഇമ്പ്രൂവ് ആവുന്ന ഒരു കേസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ വായിച്ച പോലെ, നമ്മൾ ഹൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു ആളെ ഹൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റോൾ ഹൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ യു ഹാവ് ടു ബ്രിങ് സം അത്രയ്ക്ക് ഹൈപ്പ് വർത്തി ആയിട്ടുള്ള ഒരു സ്റ്റാറിനെ കൊണ്ടുവരണം. ആ സ്റ്റാറിനെ കൊണ്ടുവന്നല്ലേ ഹൈപ്പ് ആവുള്ളൂ. ഇത് മറ്റേ ഒരു ഹൈപ്പ് ചെയ്ത ആളുകളുണ്ട്, ഇയാളാണോ, ഇതാരാ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഹൈപ്പ് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ആക്ടർ ആരാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മൈൻഡ് ആക്കാണ്ടിരിക്കുക. ഇത് അല്ലെങ്കിൽ നേരത്തെ വെളിപ്പെടുത്തുക, ഇതൊരു ഫോറിൻ ആക്ടറാണ്, ഇന്ന ആക്ടറാണ് എന്നുള്ളത് മാത്രം വെളിപ്പെടുത്തുക. അല്ലാണ്ട് ഭയങ്കരമായിട്ട് പൊക്കി വിളിപ്പിച്ചിട്ട് നമ്മൾ സ്ക്രീനിങ് ആക്കുമ്പോഴത്തേക്ക് ഇവൻ ആരാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് വല്ല പറയുന്ന പോലെ ജാക്കി ചാനോ ജെറ്റ്ലിയോ അങ്ങനെയൊക്കെ വല്ല സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഞെട്ടിയാണ്. ഇത് അങ്ങനെയുള്ള ഒരു ഹൈപ്പിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ ചുമ്മാ തന്നെ ആൾക്കാർ സ്പോയിലേഴ്സ് ഇറക്കാത്ത കാരണം സ്പോയിലേഴ്സ് ഇറക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്, സ്പോയിലേഴ്സിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അഫ്കോഴ്സ് യെസ്, കഥയിൽ കുറച്ച് ട്വിസ്റ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഒരുപാട് സ്പോയിലേഴ്സ് പൊട്ടിത്തെറിക്കേണ്ട സംഭവങ്ങളായിട്ടൊന്നും ഈ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഓവറോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് അറ്റംപ്റ്റ്, ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. ആ ഗ്ലോബൽ സ്കെയിലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന് പൃഥ്വിരാജിനോട് അഭിനന്ദനങ്ങൾ തന്നെ. അതിൽ പറഞ്ഞിട്ട് ദാറ്റ്സ് ഫാന്റാസ്റ്റിക് എഫേർട്ട്. ബട്ട് ഈ പറയുന്ന സ്ക്രിപ്റ്റിലും സ്റ്റോറി ടെല്ലിങ്ങിലും ഈ പറയുന്ന കുറെ കാര്യങ്ങളിലും ഇനിയും ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ട്. അതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ട്. ഹോപ്പ്ഫുള്ളി അത് L3 അത് കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നു. ഫിലിം എന്തൊന്നാലും സക്സസ്ഫുൾ തന്നെ ആവട്ടെ എന്നുള്ളതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചെലവാക്കിയ കാശും അതിന് അത്യാവശ്യം നല്ല ലാഭവും സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ L3 കാണാൻ പറ്റുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി ആ പറയുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. ആൻഡ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ഭയങ്കര ആവറേജ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഓൾറെഡി വിമർശനങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഞാൻ അതിൽ വലിയ ഫോക്കസ്ഡ് അല്ല. കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നുള്ളതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ഈ എല്ലാ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് L3 ഇറങ്ങുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാവുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ് ഇറ്റ് ബി അബൌട്ട് ഖുറേഷി അബ്രഹാം വേഴ്സസ് ഈ പറയുന്ന വില്ലൻസ്. അല്ലാണ്ട് ഇതിനിടയ്ക്ക് അങ്ങോട്ടോ കിടക്കുന്ന കുറെ പൊളിറ്റിക്സിന്റെ കഥകളും മാറ്റി മാറണ്ട. ഒന്നില്ലെങ്കിൽ ലെറ്റ് ദ സ്റ്റോറി അബൌട്ട് ഖുറേഷി അബ്രഹാം. അതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫാന്റാസ്റ്റിക് ടു വാച്ച്. എനിവേ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ്. വാച്ച് ചെയ്ത് നോൺ സ്പോയിലറി കമന്റ്സ് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. ഒരുപാട് സ്പോയിലേഴ്സ് ഒന്നും കളയാനില്ല അതിനകത്ത്, എന്നാലും കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK, Chelsea Car and Reviews, Empuran. Bye bye.